ലൈഫ് ഇൻഷുറൻസ് അത് ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് GST ഇളവ് ലഭിക്കുമെന്ന് കേട്ടല്ലോ. പക്ഷേ പഴയ പോളിസികൾക്ക് അത് ലഭിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട്. പുതിയ നിയമം അനുസരിച്ച് GST നിയമം അനുസരിച്ച് സെപ്റ്റംബർ 22 ശേഷം എടുക്കുന്ന എല്ലാ പോളിസികൾക്കും ലൈഫ് അല്ലെ ഹെൽത്ത് ഇൻഷുറൻസ് ULIP ഇവയ്ക്കെല്ലാം നമ്മൾ 0% ആയിരിക്കും ടാക്സ് വരുന്നത്. അതിനു മുമ്പുള്ള പഴയ പോളിസികൾക്ക്, അതായത് സെപ്റ്റംബർ 22 മുമ്പ് ഡ്യൂ ഡേറ്റ് ആയിരിക്കുന്ന പോളിസികൾക്കെല്ലാം ഈ പറയുന്ന 18% ആണ് ഉള്ളത്. അവിടെ ഗ്രേസ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യില്ല. നമ്മൾ ഇൻഷുറൻസ് പോളിസി ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ 15 ഡേയ്സ് സാധാരണ ഗ്രേസ് പീരീഡ് ലഭിക്കുമല്ലോ. ആ ഗ്രേസ് പീരീഡും ഈ സെപ്റ്റംബർ 22 മുമ്പായിരിക്കണം. അല്ല, അതിനുശേഷം ഗ്രേസ് പീരീഡ് വന്നിട്ട് കാര്യമില്ല. അതായത് ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 22 മുമ്പാണെങ്കിൽ ഈ പറയുന്ന 18%, 22 ശേഷമാണ് ഡ്യൂ ഡേറ്റ് വരുന്നതെങ്കിൽ ഈ പറയുന്ന 0% ടാക്സ് ആയിരിക്കും വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിന് ഇത് തന്നെ ലഭിക്കും. അവർക്കും 0 ആയിരിക്കും. പുതുതായിട്ട് വരുന്നവർക്കും പഴയ പ്രീമിയങ്ങൾക്ക് ആൾക്കാർക്കും അങ്ങനെ തന്നെ വരും. ആകെ ലഭിക്കാത്ത ഗ്രൂപ്പിൻ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ. പല കമ്പനികളും ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയീസിന് ചെയ്യാറുണ്ട്. അതിനൊക്കെ നമ്മൾ 18% പഴയതുപോലെ തന്നെ തുടരും. അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹെൽത്ത് ഇൻഷുറൻസിന് 18% GST കുറവ് വന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഒക്കെ വളരെ കൂടിയിരിക്കുന്ന സമയത്ത് 18% കോസ്റ്റിൽ കുറവ് വരിക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഇതാണ് ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യം.